നമസ്കാരം, നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല മണ്ഡലത്തിലെ പരുതൂർ പള്ളിപ്പുറം സുശീലപ്പടി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ കൊടിക്കുന്നിൽ യോഗം ചേർന്നു. തൃത്താല മണ്ഡലത്തിലെ പരുതൂർ പള്ളിപ്പുറം സുശീലപ്പടി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായാണ് സ്ഥലമുടമകളുടെയും മറ്റും യോഗം വിളിച്ചു ചേർത്തത്. പാലത്തിന്റെ നിർമ്മാണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ദിവസങ്ങൾക്ക് മുമ്പേ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറത്തെ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗവും വിളിച്ചു ചേർത്തത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 23 പേരിൽ നിന്നുമായി 2.5 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 414 മീറ്റർ അപ്രോച്ച് റോഡാണ് പാലത്തിന്റെ ഇരുവശങ്ങളുമായി വരിക. 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും. സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുവാൻ കിഫ്ബിയിൽ നിന്നും 40.12 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ നിലവിൽ അപ്രോച്ച് റോഡ് ഉള്ളതും കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്തതുമായ സുശീലപ്പടി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനാണ് അനുമതി ആയിരിക്കുന്നത്. 32.91 കോടി രൂപ ഇതിനായി സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രത്യാഘാതങ്ങളും പദ്ധതി ചെലവും ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് മേൽപ്പാലം വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് പൂർണ്ണമായും 2 വീട് ഭാഗികമായും നഷ്ടപ്പെടും. ഭൂമി പൊന്നും വിലക്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രൊജക്ടിന്റെ അലൈൻമെന്റ് നിർണ്ണയിക്കുന്ന അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടിയും ഉടൻ നടക്കും. ഇതിന് മുന്നോടിയായി കൂടിയായിരുന്നു മന്ത്രിയുടെ യോഗം. അതായി കഴിഞ്ഞാൽ ഉടൻ അതിന്റെ നടപടികളിലേക്ക് കടക്കും. ഇവിടെ നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണം. അത് കഴിഞ്ഞാൽ പാലത്തിന്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ പറ്റും. ഭൂമി ഏറ്റെടുക്കുന്നത് തത്വത്തിൽ ധാരണയായാൽ അഡ്വാൻസ് പൊസഷൻ കൊടുത്താൽ ബാക്കി നടപടികളൊക്കെ വഴിക്ക് നടക്കും. നിർമ്മാണം നേരത്തെ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഇപ്പോ തൃത്താല മണ്ഡലത്തിൽ ഇതിപ്പോ 3ാമത്തെ പദ്ധതിക്കാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. വളരെ സുഗമമായിട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് കുമ്പിടി തൃത്താല പട്ടാമ്പി പാലം വരെയുള്ള റോഡിന്റെ ഭൂമി ഏറ്റെടുക്കുക 128 കോടിയുടെ വലിയ പദ്ധതിയാണ്. അത് 20 കിലോമീറ്റർ റോഡാണ്. ഇത്രയും വലിയ പൈസ വരുന്നത് റോഡ് ഉണ്ടാക്കാനല്ല, റോഡിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 5.5 മീറ്റർ റോഡ് 12 മീറ്റർ ആണ് വിശാലമായിട്ട് റോഡായിട്ടാണ് എടുക്കുന്നത്. അപ്പം അത്രയും ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. യോഗത്തിൽ RBCDK ഡെപ്യൂട്ടി കലക്ടർ സാബു കെ ഐസക്, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, സ്ഥിരസമിതി അധ്യക്ഷൻ MP ഹസൻ, പഞ്ചായത്ത് അംഗങ്ങളായ P സുധീർ, EP ശിവശങ്കരൻ, MP ഉമ്മർ, T ശാന്തകുമാരി, C മിനിമോൾ, P ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈമ ഉണ്ണികൃഷ്ണൻ, വില്ലേജ് ഓഫീസർ കബീർ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പട്ടാമ്പി ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പുഴയോരം ഇടിഞ്ഞ് ദുരിതത്തിലായിരിക്കുകയാണ് ഞാങ്ങാട്രി സ്വദേശി മോഹൻദാസ്. പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ഇയാളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലം പുഴയിലേക്ക് ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഞാങ്ങാട്രി കീഴായൂർ നമ്പറം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് കഴിഞ്ഞ വേനലിൽ തടയണ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മഴ തുടങ്ങിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. തടയണയുടെ ഞാങ്ങാട്രി ഭാഗത്തെ അവസാന ഭാഗത്ത് പുഴയോരത്തിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്യാനായി കുഴിയെടുത്തിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് ഇതിന്റെ പ്രവൃത്തികൾ നടത്തിയത്. എന്നാൽ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് ആരംഭിച്ചതോടെ ഈ ഭാഗത്തെ പുഴയോരം ഇടിയാൻ തുടങ്ങി. ഇതിനോട് ചേർന്നുള്ള ഞാങ്ങാട്രി കോവിലകം വീട്ടിൽ മോഹൻദാസിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും ഇപ്പോൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. മാത്രമല്ല മോഹൻദാസിന്റെ വളപ്പിലെ തെങ്ങ്, മാവ്, കൗങ്ങ് ഉൾപ്പെടെയുള്ളവ ഇതിനകം പുഴയിലേക്ക് നിലം പതിച്ചു. കൂടുതൽ ഭൂമിയും പുഴയിലേക്ക് ഇടിയുമെന്ന ആശങ്കയിലാണ് മോഹൻദാസും കുടുംബവും. കഴിഞ്ഞ വേനലിന് അവർ 8 മീറ്റർ താഴ്ചയിൽ ഉടനീളം അവർ ട്രഞ്ച് കയറി ചുമര് നേരെ മണ്ണ് വെട്ടി വെർട്ടിക്കലി ആയിട്ട് നിർത്തിയിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം മഴക്കാലം വരെ ആ പണി ചെയ്യാണ്ട് അങ്ങനെ വെച്ചു. മഴക്കാലത്തിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം ഷൊർണൂർ അവരുടെ ഓഫീസിൽ പോവുകയും AXനെയും AEയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിട്ടും ചെയ്യാമെന്നല്ലാണ്ട് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല. അവർക്ക് കോൺട്രാക്ടർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാസ് വോളിയം കിട്ടുന്ന വർക്കുകൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇനി മഴ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മഴ തുടരുന്ന ഉറപ്പാണ്, ഇനിയിപ്പോൾ വീണതിന് പുറമെ ആ പുഴവക്കത്തുള്ള 6 തെങ്ങും മറ്റ് പല വൃക്ഷങ്ങളും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. സ്ഥലവും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ഒരു മാവ്, ഒരു പ്ലാവ്, 2 തെങ്ങ്, 5 കവുങ്ങ് ഇത്രയും പോയി. അടുത്ത് തന്നെ പമ്പ് ഹൗസ് പോവും. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പട്ടാമ്പി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മോഹൻദാസ് പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ചങ്ങരംകുളത്ത് വീട് ആക്രമിച്ച യുവതിയുടെ 4.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. ചങ്ങരംകുളം മാർട്സ് തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. മുഖം മാസ്ക് കൊണ്ട് മറച്ച 2 പേരാണ് ആക്രമണം നടത്തിയത്. വീട്ടിലെത്തിയ ഇവർ പ്രമീളയെ ആക്രമിച്ച് സ്വർണം കവരുകയായിരുന്നു. തടയാൻ ശ്രമിച്ച മകനെയും മർദ്ദിച്ചു. പരിക്കേറ്റ പ്രമീളയും മകനും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേഖലയിലെ CCTV ക്യാമറകൾ നിരീക്ഷിച്ച് ചങ്ങരംകുളം പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. തൃത്താല നിയോജക മണ്ഡലത്തിലെ പരുതൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സുശീലപ്പടിയെയും അഞ്ചുമൂലിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നു. 32.9 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിന് റെയിൽവേയുടെ അന്തിമ അനുമതി ലഭിച്ചു. അടുത്ത ഘട്ടമായുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും സംശയ ദൂരീകരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പാലം നിർമ്മാണത്തിനായി 23 പേരിൽ നിന്നായി 2.5 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. നിയമാനുസൃതമായ വഴിയിലൂടെ മാത്രമേ സ്ഥലമേറ്റെടുപ്പ് നടത്തുകയുള്ളൂ. അതുകൊണ്ട് സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. 445 മീറ്റർ നീളമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ 51.4 മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേയാണ് നടത്തേണ്ടത്. 10.15 മീറ്ററാണ് പാലത്തിന്റെ വീതി. സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി അതിർത്തി കല്ലുകൾ സ്ഥാപിക്കലാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. പരുതൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, മെമ്പർ P സുധീർ, ഉമ്മർ, ശിവൻ, LR ജനറൽ തഹസീൽദാർ മുഹമ്മദ് റാഫി, ജൂനിയർ സൂപ്രണ്ട് ആൽബി ജോർജ്, RBDCK ഉദ്യോഗസ്ഥരായ സാബു, മധു KP, ഗീവർഗീസ് ബെന്നി, കബീർ പരുതൂർ, വില്ലേജ് ഓഫീസർ, ഭൂവുടമകൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. കൂനമുച്ചി സ്വദേശി തലവണപ്പറമ്പിൽ ഷെബീറാണ് അറസ്റ്റിലായത്. ചങ്ങരംകുളത്ത് നിന്നാണ് ഒളിവിൽ പോയ ഷെബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലിശ്ശേരി SI റിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറി കൂറ്റനാട് ടൗൺ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവ് നായ്ക്കൾ നഗരം കീഴടക്കുന്ന കാഴ്ചകൾ പതിവാണ്. തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ റോഡ് കൈയടക്കി വിഹരിക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുകയാണ്. കൂറ്റനാട് ടൗണിൽ മാത്രമല്ല, പട്ടാമ്പി താലൂക്കിലെ പല പ്രദേശങ്ങളിലെ പാതകളിലും ഇത് തന്നെയാണ് അവസ്ഥ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷന്റെ ഇടപെടലിൽ നിർധന വിദ്യാർത്ഥിക്ക് പഠനോപകരണങ്ങൾ നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന പരാതിയിലാണ് പോലീസ് നടപടിയുണ്ടായത്. ചാത്തന്നൂർ സ്കൂളിനടുത്തുള്ള കോളനിയിൽ പോയി നേരിട്ട് അന്വേഷണം നടത്തിയതിൽ ആ വീട്ടിലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി തനിക്ക് സ്കൂളിൽ പോകുന്നതിന് ബാഗ്, കുട, പുസ്തകങ്ങൾ, പേന എന്നിവയൊന്നുമില്ല എന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു.
ചാലിശ്ശേരി ഇൻസ്പെക്ടർ കുമാറിന്റെ നിർദ്ദേശപ്രകാരം ചാലിശ്ശേരി ASI ശ്രീനിവാസൻ ചാത്തന്നൂർ സ്കൂളിനടുത്തുള്ള കോളനിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി. തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കടവാരത്ത് സ്വരാജ് എന്നയാൾ കുട്ടിക്ക് കുട, ബാഗ്, പേന, പെൻസിൽ എന്നിവ നൽകുകയും ചാലിശ്ശേരിയിലെ പൊതുപ്രവർത്തകനും പ്രിന്റിംഗ് പ്രസ് ഉടമയുമായ ജയരാജ് കുട്ടിക്ക് കളിക്കുന്നതിനുള്ള ഫുട്ബോളും നൽകി. ചാലിശ്ശേരി SI അരവിന്ദാക്ഷൻ, ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസർ സ്മിത, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ബ്ലോക്കിൽ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി പ്രാപ്തി വികസന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പച്ചക്കറി പ്രാപ്തി വികസന പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി നമ്മൾ കൃഷി കർഷകർക്ക് പരിശീലനത്തിൻ്റെ വയസ്സിൽ പറഞ്ഞ പോലെ തന്നെ പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഓരോരോ നാട്ടുകാരും അതുപോലെ ഓരോരോ സമയത്തും ഏതൊക്കെ സമയത്താണ് കൃഷി ഇറക്കേണ്ടതും കൃഷിക്ക് വേണ്ട എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരാളുകളാണ് നമ്മുടെ തലമുറകളായിട്ടുള്ള കൃഷിക്കാർ. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൃഷി അതൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല. കുറച്ചുപേരൊക്കെ എന്നാലും ഇപ്പോൾ കൃഷിയിലേക്ക് കുടുംബശ്രീ തൊഴിലുറപ്പ് എന്ന വിഭാഗത്തിലൊക്കെ കൃഷിയിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം തരിശുഭൂമിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒരുപാട് NRGSന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. വനിതകളായിട്ടുള്ള കൃഷിക്കാർ. അതുപോലെ തന്നെ കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കൃഷി ഇപ്പോൾ നഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാം മാറി വരുന്നുള്ള കാലാവസ്ഥ, നമുക്ക് മഴ കിട്ടേണ്ട സമയത്തല്ല മഴ കിട്ടിയാൽ തന്നെ ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് കൃഷിയൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ കണ്ടുവരുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരാണ് പങ്കെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ OK കൃഷ്ണനുണ്ണി ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, പട്ടാമ്പി കൃഷി ഓഫീസർ MS സൂര്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം തൃത്താല ഏരിയയിലെ നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച VP ആദൻകുട്ടിയുടെ 37ാം ചരമവാർഷികം ആചരിച്ചു. CPM തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ MM നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം K ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ അമൃത കലശഹസ്തശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്രം മേൽശാന്തി ദൊണ്ടമന ജയരാജ് നമ്പൂതിരി, തൊഴുക്കാട് നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര ഭാരവാഹികളായ ബാബു നീട്ടിയത്ത്, രാധാകൃഷ്ണൻ കല്ലഴി, N പരമേശ്വരൻ, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ചു. തകർന്ന് കുളമായി മാറിയ റോഡിൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം റോഡ് തകർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിലാണ് വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി അരങ്ങേറിയത്. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രവി മാരാത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മണിക്കൂറുകളോളം റോഡിൽ ചൂണ്ടയിട്ടും വലവീശിയും സമരം നടത്തി. വർഷങ്ങളായി ഈ ഭാഗത്ത് റോഡ് തകർന്ന വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. മഴ നിലച്ചാലും ദിവസങ്ങളോളം വെള്ളക്കെട്ട് തുടരും. വെള്ളം പറ്റിയാൽ ചളി കെട്ടും രൂക്ഷമാണ്. നിരവധി വാഹനാപകടങ്ങളും ഈ ഭാഗത്ത് പതിവാണ്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണ് പ്രധാനമായും വെള്ളക്കെട്ടിനിടയാക്കുന്നത്. മത്സ്യ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജയൻ കൂറ്റനാട്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി കാസിം കോതച്ചിറ, INTUC നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അസീസ് ആമക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയും. അടുത്തുണ്ട് എല്ലാം പഴിചാരി കൊണ്ട് വാട്ടർ അതോറിറ്റിനെയും പഞ്ചായത്തുകളെയും പഴിചാരി കൊണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം നടത്തുക. മൂപ്പര് എല്ലാ പദ്ധതികളും പ്രഖ്യാപിച്ചതെല്ലാം കടലാസിലല്ലാതെ ഒരു പദ്ധതിയും ഇന്നേവരെ ഇവിടെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു വർഷത്തോളമായി ഇതേപോലെ തന്നെയാണ് പെരുങ്ങോട് കൂറ്റനാട് റോഡ്. അന്ന് അതിഗംഭീരമായി ഉദ്ഘാടന മാമാങ്കങ്ങളൊക്കെ കഴിച്ചതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും എവിടെയും എത്താതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ എന്നല്ലാതെ മറ്റുള്ള പ്രവർത്തനമൊന്നും ഇന്നേവരെ മുനിസിപ്പൽ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല.
ചങ്ങരംകുളം കാഞ്ഞിയൂരിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞൂർ സ്വദേശി പട്ടന്മാർ വളപ്പിൽ 26 വയസ്സുള്ള നിഹാലാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 മാസം മുമ്പ് വിദേശത്തേക്ക് ജോലിക്ക് പോയിരുന്ന നിഹാൽ കഴിഞ്ഞ ദിവസമാണ് വിസ മാറ്റുന്നതിനായി നാട്ടിൽ എത്തിയത്. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.